ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ, കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതാ തന്നലത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വ്ളോഗിലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോയി ഇടാനായിട്ട് ഇതാ കുഞ്ഞോളാണ് കേട്ടോ പോരുന്നത്. കുഞ്ഞോളും കൂടെ അതാ ഉമ്മയും ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു, മിയമോളും റിയമോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഒരു വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ എൻ്റെ വീട് ഇതാ തെന്നല വെസ്റ്റിലാണ്, ഉമ്മാൻ്റെ വീടും തെന്നല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ അധികം റിലേറ്റീവ്സ് തെന്നല തന്നെയാണ് കേട്ടോ, തറയിലും അതേപോലെ വെസ്റ്റ് ബസാറിലൊക്കെ ആയിട്ട് കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോകുന്ന പോക്കിലിതാ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഉമ്മാൻ്റെ എളാപ്പാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഞാൻ ആ ഒരു ടൈമിലില്ലായിരുന്നു കേട്ടോ, ഇവിടെ ഇല്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ വീടൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ചായിട്ടും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് ഏതായാലും ഇതാ തെയ്യാലങ്ങൾക്കൂടിയായിരുന്നു ഞങ്ങൾ വന്നിട്ടുള്ളത്. മറ്റേത് എപ്പോഴും കൊടുക്കലിങ്ങൾക്കൂടിയാണ് കേട്ടോ പോവൽ വെസ്റ്റിക്ക്. അങ്ങനെ വന്നപ്പോൾ ഇതാ അമ്മ തറയിലെത്തിയപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഷാജാക്കാൻ്റെ ഇവിടെ തന്നെയാണല്ലോ, നമ്മളിന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് മോൾട്ടി കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ട് പോയതാണ്. പിന്നെ ഉമ്മയും കൂടെ ഉണ്ടല്ലോ, ഉമ്മാൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉമ്മയും കൂടെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് അവിടെ എത്തി. പിന്നെ ഒരു വീട്ടിലേക്ക് ഇതാ കയറുമ്പോൾ തന്നെ ഡൈനിങ് ഹാളിൽ കാണുന്ന ഈ ഒരു ഊഞ്ഞാലാണ് നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്തിരിക്കണേ. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യില്ലതാ ആ ഒരു ഊഞ്ഞാലമൊക്കെ ഞാൻ കേട്ടോ. വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇരുന്നിട്ടൊന്ന് ആടാൻ തോന്നും. അങ്ങനെയാണ് അവരോട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയായിട്ട് ഇതാ ഒരു നിസ്കാര റൂമുണ്ട്, അതുപോലെ ഇവരുടെ ഡൈനിങ് ഹാള് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, ഭയങ്കര സ്പേസസ് ആണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ടേബിൾ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഒരുപാട് പേർക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയുള്ള നല്ലൊരു അടിപൊളി ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്ന് അതാ അതിൻ്റെ ഓരോ കബോർഡ് വർക്കും കാര്യങ്ങളാണെങ്കിലും പിന്നെ സീലിംഗ് വർക്കാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഭയങ്കര സ്പേസസ് ആണ് കേട്ടോ ഡൈനിങ് ഹാള്. ഈ ഹാളിൽ തന്നെയാണ് വരുന്ന ഈ ഒരു ഊഞ്ഞാലാണല്ലോ. അതുപോലെ പിന്നെ വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു, അടിപൊളിയാണ്. ബേസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആ ഒരു മിറർ തന്നെയാണ് കേട്ടോ, വലിയൊരു മിറർ കൊടുത്തിരിക്കണം. അതിൽ നോക്കിയാൽ നമ്മൾക്ക് ഈ ഒരു ഹാളിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏതായാലും സെറ്റ് ചെയ്തിട്ടുള്ളത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ എന്താ ഈ ഒരു ഹോളിൻ്റെ അടുത്ത ഭംഗിന്ന് ഇതാ ഈ രണ്ട് സൈഡിലൂടെ പോകുന്ന സ്റ്റെയേഴ്സിനാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒന്നാമത് ആ സ്റ്റെയേഴ്സിൻ്റെ നടുവിലായിട്ട് നല്ലൊരു മജിലിസ് ഇരിപ്പടം പോലെ അവരവിടെ സെറ്റ്, രണ്ടിൻ്റെ നടുവിലായിട്ട് സാധാരണ അവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണല്ലോ, അതും അവരവിടെ യൂസ് ആക്കിയിങ്ങനെ നല്ലൊരു മജിലിസായിട്ട് സെറ്റ് ചെയ്തിങ്ങനെ. പിന്നെ അതാ ലിവിങ് ആണ് കേട്ടോ, അത് ലിവിങ് റൂം വന്നിട്ട് ഇതാ നല്ല കംപ്ലീറ്റ്ലി ഒരു ഫുൾ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ നേരെ ഞാൻ കിച്ചണിലേക്ക് പോയി നോക്കി. കിച്ചണ് വന്നിട്ട് നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്ടോ ചെയ്തിട്ടുള്ളത്, എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ വന്ന് അപ്പോൾ ഉമ്മയും കുഞ്ഞോളൊക്കെ ഇവരോട് വന്ന പടയെ ഇരുന്ന് സംസാരിക്കുന്നതായിരുന്നു. കിച്ചണിൽ എല്ലാവരും ഉണ്ട് കേട്ടോ, ഉമ്മാൻ്റെ ആമയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട് കാണാത്തതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് അങ്ങനെ പോയിട്ടാണ് കാണുന്നിട്ട് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ഓരോ വീടാണ്, ഷാമോള് എന്നാട്ടോ വിളിക്കൽ, ഷാമോള് ഷാജിയൊക്കെ ഓരോ വീടാണ്. ഈ റെഡ് ഡ്രസ്സ് ഇട്ടത് അവരുടെ നാത്തൂനാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീടൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ നടക്കുന്നതാണ് കേട്ടോ. ഇതാ വാഷ് മെഷീൻ വരെ റെഡ് ആൻഡ് വൈറ്റിലാണ് കേട്ടോ. അതുപോലെ പിന്നെ വടക്കേരതാ അതും ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഉള്ളത് മൊത്തം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഇതാ ടിങ്സ് പെൺകുട്ടികളും കേട്ടോ. ഈ ഒരു ഓറഞ്ച് സ്കേർട്ട് ആൻഡ് ടോപ്പിട്ട് രണ്ടാൾക്കാരെ കണ്ടില്ല, ഒരു കേട്ടോ. രണ്ടാളെ ഹെയർ സ്റ്റൈലാണെങ്കിലും അതേപോലെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈലാണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മാറിപ്പോട്ടോ, എപ്പോഴേലൊക്കെ കാണുന്നില്ലേ, അപ്പോൾ എന്താ ഡിഫറെൻ്റ് എന്നുള്ളത് മനസ്സിലാവില്ല. പിന്നെ ഇനി അടുത്ത ഇതാ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ഇതാ റോയലായിട്ടാട്ടോ ഫർണിച്ചേഴ്സൊക്കെ ചെയ്തിട്ടുള്ളത്. കട്ടിൽ അതേപോലെ സോഫ സീറ്റും ഇതൊക്കെ നല്ലൊരു റോയൽ ലുക്ക് തന്നെയാണ് റൂമിന് മൊത്തത്തിൽ കൊടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിങ്ങനെ. ഏതൊരു ഫയൽ ഒന്ന് തന്നെയല്ലേ. ഹായ്, ഇനി അങ്ങോട്ട് പോണ്ട പപ്പൂസ്.
അങ്ങനെ വീടൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ എൻ്റെ വീട്ടിലെത്തി. പിന്നെ ഉമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഇതാ കയറാൻ നിന്നിട്ടില്ലായിരുന്നു. കുറേ നേരം ഇരിക്കണ കുട്ടികളൊക്കെ അവിടെ വീട്ടിലാക്കിയിട്ട് പോകുന്നതല്ലേ. അപ്പോൾ പിന്നെ നേരെ പോയിട്ടോ. പിന്നെ മറ്റോടത്തൊക്കെ നിന്നുങ്ങാണ്ട് കുറേ സമയം ആയതുകൊണ്ട് തന്നെ പിന്നെ കയറാൻ നിന്നിട്ടില്ലായിരുന്നു. വലിയപ്പാനും ഉമ്മാനൊക്കെ പുറത്തുനിന്ന് തന്നെ കണ്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നേരെ ഇറങ്ങിയിങ്ങനെ. പിന്നെ ആണെങ്കിൽ മരുവ് വാങ്ങി കൊടുക്കാനിരിക്കണേനും പിന്നെ ഉമ്മാൻ്റെ വീട്ടിലും ഒന്ന് കയറണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ആണല്ലോ. അങ്ങനെ ഓരോ ഏതായാലും പോയിട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ഇവിടുത്തെ തന്നലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.